ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന് പോയാലോ? സെലിബ്രേഷന് മുമ്പായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയാണല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ടി വിയിൽ മേൽപ്പാടും ചുണ്ടൻ ഹീറ്റ്സ് നടക്കുന്നതാണ് കണ്ടിട്ടിരുന്നത്. ഹീറ്റ്സിൽ നമ്മുടെ വള്ളം ഫസ്റ്റ് അടിച്ചു. പക്ഷേ ഫൈനൽ റിസൾട്ട് നിങ്ങളും കണ്ടുവല്ലോ, തേർഡ് എത്തിയ. എന്തായാലും കുഴപ്പമില്ല, വിജയവും തോൽവിയും അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അങ്ങനെ ഡെക്കറേഷന് വേണ്ടുന്ന ബലൂണൊക്കെ എയർ പമ്പ് ചെയ്തിട്ടിരിക്കുന്നു. മിന്നു അതെല്ലാം കൊണ്ട് ഒരിടത്ത് സ്ഥാപിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഇനി നമുക്ക് ആനിവേഴ്സറി സെലിബ്രേഷനായിട്ട് പോകാം. സെലിബ്രേഷൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ഫാമിലീസിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായി. ഇതാണ് റോസുവിന് ബലൂൺ വേണമെന്ന് നല്ല ആഗ്രഹമായി. ഏറ്റവും അവസാനം അവിടെ നിന്ന് ഒരു ബലൂണൊക്കെ എടുത്തു കൊടുത്തു. റോസുവിന് ബലൂൺ കൊടുക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ മിന്നുവിനും ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായി. എന്നിട്ട് മിന്നുവിനും കൊടുത്തു. അപ്പുറത്തേക്ക് നമ്മുടെ കേക്ക് എത്തി. ഇതാണ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രഞ്ജിത്തിൻ്റെ വൈഫ് അഞ്ജന. അപ്പോൾ നമുക്ക് സെലിബ്രേഷനിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ വലിയ കേക്ക് അവിടെ എത്തി. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അഞ്ജനയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അഞ്ജന എത്തി. Happy anniversary to you. Happy anniversary to you. Anjana അങ്ങനെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന സോങ്ങിനൊക്കെ ശേഷം ഇനി നമുക്ക് അല്പം മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാം. അങ്ങനെ മധുരം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അടുത്ത ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ സന്തോഷകരമായി എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സെലിബ്രേഷൻസ് പോലെ എന്നും നമ്മുടെ ജീവിതം ഇങ്ങനെ കളറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്, മാജിക് മിറർ എന്ന് പറയുന്ന ആ ഒരിത്. അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങിന് ശേഷം നമുക്കിനി ഭക്ഷണം കഴിക്കാം. ഡിന്നർ റൈസും ചിക്കൻ കറിയും പിന്നെ സാലഡും അച്ചാറും ആയിരുന്നു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചതിന് ശേഷം എല്ലാവരും സന്തോഷകരമായി യാത്ര പറഞ്ഞു. അതുപോലെ ഇത് റെക്കോർഡ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പണ്ട് ആരോ പറഞ്ഞത് മാരേജിന് ശേഷം നമ്മുടെ ബർത്ത്ഡേ എന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഐ ലവ് യു.